ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് റോഡ് സൈഡിലൊക്കെ കാണുന്ന ചെറിയ തട്ടുകടയിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ മുട്ട ബജ്ജി തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബജ്ജിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് സോഡ പൊടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, കായം പൊടിക്ക് പകരം നമ്മളിവിടെ കായം വെള്ളത്തിലിട്ട് അലിയിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു കഷ്ണം കായം 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് അലിയിച്ചെടുക്കുക. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രത്തോളം കായത്തിൻ്റെ മണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കായം പൊടിക്ക് പകരം ഈ കായം വെള്ളത്തിൽ കലക്കിയത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് ഈ ബജ്ജിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കട്ടിയില്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി മുന്നേ ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ മാവ് മിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബജ്ജിക്ക് ആവശ്യമായുള്ള മാവ് കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്, ഒരുപാട് ലൂസായി പോരുത്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ 3 കോഴിമുട്ട പുഴുങ്ങിയിട്ട് നടുമുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 കാടമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ കാടമുട്ട ഞാൻ നടുമുറിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കോഴിമുട്ട എടുക്കുമ്പോൾ ഈ കോഴിമുട്ടയുടെ പുറം ഭാഗത്തൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കോഴിമുട്ട മുറിക്കുന്നതിന് മുന്നേ വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒപ്പി മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ മുട്ടയിൽ വെള്ളം നനവ് ഉണ്ടെങ്കിൽ നമ്മളിത് മാവിൽ മുക്കി ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറുതായി ഒന്ന് പൊട്ടിത്തെറിച്ചിട്ട് ആ ചൂടായിട്ടുള്ള ഓയിൽ പെട്ടെന്ന് കയ്യിലേക്കൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബജ്ജി തയ്യാറാക്കാനായിട്ടുള്ള ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ മുട്ട എടുത്തിട്ട് ഈ മാവിൽ നന്നായി ഒന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുട്ടയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴാണ് ഇതെല്ലാം ഒരേ കളറായിട്ട് വരുള്ളൂ. ഇപ്പോൾ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. ഇനി കാടമുട്ട എങ്ങനെയാണ് ബജ്ജിയാക്കാൻ നോക്കാം. അപ്പോൾ ഒരു മുഴുവനായിട്ടുള്ള കാടമുട്ട ഇതേപോലെ മാവിൽ നന്നായി മുക്കിയെടുത്തിട്ട് നേരെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബജ്ജി തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ മുട്ടയും ബജ്ജി ആക്കിയിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.